തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം തന്നെയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുള്ള കൊട്ടിക്കലാശവും. അതിസമ്പന്നരായ യുഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾക്കിടയിൽ സാധാരണക്കാരന്റെ പ്രതിനിധിയെ പന്ന്യൻ രവീന്ദ്രനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് എൽഡിഎഫ്. ജയിച്ചാൽ ഞാൻ നാടുവിടൂല്ല, തോറ്റാലും നാടുവിടൂല്ല. ഞാൻ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരാളായി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. വോട്ടർമാരിലേക്ക് സാധാരണക്കാരനായി ഇറങ്ങിച്ചെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പ്രചാരണങ്ങളിൽ കളം നിറഞ്ഞത്. 15 വർഷം മുമ്പ് 3.5 വർഷം MP ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും സിറ്റിംഗ് MP ശശി തരൂർ 15 വർഷം എവിടെയായിരുന്നു എന്ന ചോദ്യമുയർത്തിയുമായിരുന്നു പ്രചാരണം. സൗമ്യവും ശക്തവുമായ വാക്കുകളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് പന്ന്യൻ ഇറങ്ങിച്ചെന്നപ്പോൾ നഗര ഗ്രാമ തീരദേശ മേഖലകളിലെ ജനങ്ങൾ ഒപ്പം ചേർന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നേടിയ LDF മേൽക്കൈ കലാശക്കൊട്ടിലെ ആവേശത്തിലും പ്രകടം. അതിസമ്പന്നരായ UDF NDA സ്ഥാനാർത്ഥികൾ പണക്കൊഴുപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ചപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു പന്ന്യനും LDF പ്രവർത്തകരും. തലസ്ഥാന മണ്ഡലത്തിൽ UDF NDA മത്സരമെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളെ കൂട്ടിവിളിച്ച് ശശി തരൂർ ശ്രമം നടത്തി. എന്നാൽ തങ്ങളുടെ മുൻ MPയെ ആവേശപൂർവ്വം ജനങ്ങൾ സ്വീകരിച്ചതോടെ അവർക്ക് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ ഇനിയുള്ള മണിക്കൂറുകളിൽ അവസാന വോട്ടുമുറപ്പിച്ച് പന്ന്യനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് LDF. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.